എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഒരു സാധനം കണ്ടു. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് തുപ്പൽ പടക്കം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഞങ്ങളുടെ മതിലിൻ്റെ സൈഡിൽ നിറയെ ഇട്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ പറിച്ചു ഞങ്ങളത്. എല്ലാം നടന്ന് പറിച്ചിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എപ്പോഴും പറിച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ പൊട്ടിക്കുമായിരുന്നു. ഇവിടെ ഇപ്പം നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അവനും കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അവനെയും കൂടെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയാണ് കിട്ടിയത്. ഇനി കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് അത് പൊട്ടണത് എങ്ങനെയും കൂടെ കാണിക്കാമെന്ന് കരുതി. ഇങ്ങനെയാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ അവനൊഴിച്ചത് ഇത്രയായിപ്പോയി. കണ്ടോ, പൊട്ടുന്ന കണ്ടോ? നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളം വെച്ച് കുറേ പടപടാത്തിങ്ങനെ പൊട്ടും. അങ്ങനെ അവസാനത്തതും കൂടെ പൊട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ചിക്കൻ വാങ്ങിക്കാൻ വന്നപ്പോഴേക്കും താറാവിനെ കണ്ടു. അപ്പോൾ പിന്നെ താറാവിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അവർ വളർത്തുള്ള താറാവാണ്. അങ്ങനെ വളർത്തിയിട്ട് ഇവിടെ തന്നെ വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ്റെ പരിപാടി മാറ്റിയിട്ട് താറാവിനെ വാങ്ങിക്കാമെന്നായി. താറാവിനെ കണ്ടപ്പോൾ നിറയെ ഉണ്ടായിരുന്നു. ഇത് വീടിൻ്റെ അടുത്തായിരുന്നു. മറൈൻ ഡ്രൈവിലാണ് പോയത്. അപ്പോൾ നൈറ്റിൽ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടുത്തെ ലൈറ്റും അവിടുത്തെ വൈബൊക്കെ നല്ല രസമാണ്. ബോട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഇത് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഫുഡിൻ്റെ സ്പോട്ടാണ്. അതാണ് എൻ്റെ പേര്, ഫ്രാങ്ക് എക്സിറ്റ് അങ്ങനെ എന്താ പേര്. അവിടെ ചെന്നൊരു ഷേക്ക് വാങ്ങിച്ചു. ഞാനൊരു ബർഗറും വാങ്ങിച്ചു. ഇതാണ് ഷോപ്പ് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. താല്പര്യമുള്ളവർ വന്ന് കഴിക്കുക. നല്ല ഫുഡായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.